ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അനു, ആദില, നൂറ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ മിണ്ടുന്നൊന്നുമില്ല. പിന്നെ അനു എന്തോ ഒരു സാധനം ആപ്പിളൊക്കെ മുറിച്ചിട്ട് എല്ലാവരുടെ വായിലും വെച്ച് കൊടുത്തപ്പോൾ ഒപ്പം നൂറയുടെ വായിൽ വെച്ച് കൊടുത്തു. നൂറ ആദ്യം സമ്മതിച്ചൊന്നുമില്ല, വെച്ച് കൊടുത്തു. എങ്കിലും അവരുടെ മനസ്സിലുള്ള ആ കരടുതൽ മാറിയിട്ടില്ല. അവരിങ്ങനെ മുറുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആദില പറയുന്നുണ്ട്, എടാ നാരു, നിൻ്റെ അപ്പുറത്തിരിക്കുന്ന വടയക്ഷിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ അനുമോളാണ്, ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നാരു എന്ന് വിളിക്കുന്നു എന്ന് സാബുമ്മൻ പറയുന്നുണ്ട്. നാരദൻ എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ടാണ് നാരു എന്ന് പറയുന്നത്. എന്നെ നാല് വിളിക്കുന്ന മര്യാദയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ എടാ സാബു, നിൻ്റെ അപ്പുറത്തൊരു വടയക്ഷി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ ഇങ്ങനെ നോക്കിയിട്ട് പറയാം, ഓ അമ്മാമ്മ കിടപ്പിലാണോ എന്ന് ചോദിക്കും. അതിൽ തന്നെ അമ്മാമ്മ എന്ന് വിളിക്കും. അപ്പോൾ പറയാം, ആ അമ്മാമ്മയെ കിടപ്പിലാക്കി ആ വടയക്ഷി എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറിപ്പോയിട്ട് അനു കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അനു കുളിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് നേരെ കുളിക്കാൻ പോകും. അപ്പോൾ ആദിലും അക്ബറും കൂടിയിട്ട് ആ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് പറയുകയാണ് കേട്ടോ. അവളൊക്കെ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാതെയാണ്. എൻ്റെ മനസ്സിന് ആ സാധനമൊന്നും പോകുന്നില്ല. അവളെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങളെ സ്നേഹിച്ചതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങൾ ഫ്രണ്ട്സായി നടന്നതല്ലേ, ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി ഉള്ളൂ, അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കോ, കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇവിടെ എന്ന് പറയുന്നുണ്ട്. അക്ബർ നല്ലതന്നെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ അതിലെ പറയുന്നുണ്ട്, ഇതേപോലെ നമ്മുടെ നെവിൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിൻ്റെ ഫെയിം കണ്ടിട്ടാണ് ആദിലയും നൂറയും കൂടെ കൂടിയത് എന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് അത്ര മൈൻഡ് കൊടുത്തിട്ടില്ല, കാരണം നെവിന് ഞങ്ങൾ അത്ര അറ്റാച്ച്ഡ് അല്ലല്ലോ, അതുകൊണ്ട് അത്ര മൈൻഡ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവള് പറഞ്ഞു ഇവളുടെ ഫെയിം കണ്ടിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായി വേദനിച്ചു, കാരണം ഇവള് ഞങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നുണ്ട്, അനുവായിട്ട് ഞാൻ ഒരിക്കലും ചേരില്ല, അവളുടെ ഒപ്പീനിയനും എൻ്റെ ഒപ്പീനിയനും വേറെ രണ്ട് തരത്തിലാണ്, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതാണ്, ഒന്ന് വടക്കും ഒന്ന് തെക്കുമാണ്. പക്ഷേ ഞങ്ങളുടെ വൈബ്, തമാശ പറയില്ലേ, വൈബ് ഇതൊക്കെ ഒരുപോലെയാണ്, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരുടെ മുന്നിൽ അവളെ പിച്ച് ചിന്ത കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അവൾ ഇന്ന് വരെ ഒരാളുടെ അപ്പോളജി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പായുടെ ഒരു ദിവസം കാല് പിടിച്ച് ഞാൻ കണ്ടു, പിന്നെ ഇന്ന് വരെ ഒരു അപ്പോളജികൾ പറഞ്ഞിട്ടില്ല. ആണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പുരുഷനല്ല എന്ന് പറയുന്നത് അത് തീരെ ശരിയല്ല. അപ്പോൾ അതിലും പറഞ്ഞു അത് ശരിയാണ്, ഞങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ.